ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. كل مولود يولد على الفطرة. എല്ലാ മക്കളും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കപ്പെടുന്നത് എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ മക്കളാണ് അവരെ കാഫിരീങ്ങളും അതുപോലെ തന്നെ നസ്രാനികളും ആക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ധാരാളം വിജ്ഞാനങ്ങളെ പഠിപ്പിക്കുക. അവർക്ക് ഭൗതികവും ആത്മീയവുമായിട്ടുള്ള രണ്ട് വിദ്യാഭ്യാസങ്ങളെയും നേടിക്കൊടുക്കുവാൻ ശ്രമിക്കുക. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, വിജ്ഞാനം എന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാഡി എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് നൽകിയ ഇൽമുകളെ നാഫിയാക്കുവാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ലാ ഹസദ ഇല്ലാ ഫിൽ ഇസ്നത്തൈൻ, രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരാൾക്ക് അല്ലാഹു തആല ധാരാളം വിജ്ഞാനങ്ങളെ നൽകിയിട്ടുണ്ട്. ആ വിജ്ഞാനങ്ങളെ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി ജനങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ആ വിജ്ഞാനങ്ങളെ പകർന്നു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയാവാൻ വേണ്ടിയും വേറെ ഒരാൾക്ക് അല്ലാഹു തആല ധാരാളം ധനത്തെ നൽകിയിട്ടുണ്ട്. ആ ധനത്തെ പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും പള്ളിക്ക് വേണ്ടിയും യതീമീങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയും ചെലവഴിക്കും. ഈ കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുകയും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.